ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കാടൻ സ്പെഷ്യൽ വെണ്ടയ്ക്ക പുളിയാണ്. അതിന് വേണ്ടത് ഒരു 10 to 12 10-12 വെണ്ടയ്ക്ക ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയത്, ഒരു 4 ചെറിയുള്ളി. ഇനി നമ്മൾ നമ്മുടെ വെണ്ടയ്ക്കയും ചെറിയുള്ളിയും കൂടെ കുറച്ച് വെളിച്ചെണ്ണയിൽ വഴട്ടിയെടുക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ വെണ്ടയ്ക്കയ്ക്ക് ഒരു പശപ്പശപ്പ് ഉണ്ടാവില്ലേ, അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാം. ഇത് വഴറ്റിക്കൊണ്ട് ഇരിക്കണതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഒരു ലെമൺ സൈസ് പറഞ്ഞാൽ ഒരു നാരങ്ങയുടെ അത്ര വലുപ്പത്തിൽ നമുക്ക് പുളി എടുക്കാം. കുറച്ച് കൂടുതൽ പുളി എടുത്താലും കുഴപ്പമില്ല, വെണ്ടയ്ക്ക പുളിയല്ല, അപ്പോൾ കുറച്ച് പുളി കൂടുതൽ വേണം. ഇനി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഏകദേശം നമ്മൾ ഒന്ന് മെഴുക്ക് വരട്ടി പോലെയൊക്കെ നാക്കിയെടുത്തിട്ടുണ്ട്. ഭയങ്കരമായി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ആ പശപ്പശപ്പൊന്ന് പോകണം. ഇനി നമുക്കത് മാറ്റിയിട്ട് നമുക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവ, പിന്നെ മല്ലി കുറച്ച് നല്ലോണം വേണം. ഒരു 2 ടീസ്പൂൺ മല്ലി, ഒരു 4 ചുവന്ന മുളക്, കൂടുതൽ എരിവ് വേണമെങ്കിൽ ഇനിയും ഇടാം. പിന്നെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. എന്നിട്ട് ഒന്ന് വഴണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് തേങ്ങ ഇടണം. ഒരു 4 to 5 ടേബിൾ സ്പൂൺസ് തേങ്ങ ഇടുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഒരു ഒന്ന് മുരിയാവണ വരെ വഴറ്റിയെടുക്കണം. ഭയങ്കരമായി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തേങ്ങയുടെ ആ വെള്ളം ഒന്ന് വറ്റണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഏകദേശം ഹാഫ് ആയി കഴിയുമ്പോൾ ചെറിയുള്ളി അതിലേക്ക് മുറിച്ചിടണം. ഒരു 2-3 ചെറിയുള്ളി. ഏകദേശം നമ്മുടെ തേങ്ങ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നിട്ട് എടുത്ത് മാറ്റുക. എന്നിട്ട് അതേ ചീനച്ചട്ടിയിൽ നമുക്ക് വേണ്ട നമ്മൾ വരട്ടി വെച്ച വെണ്ടയ്ക്കയും ഉള്ളിയും പിന്നെ നമ്മുടെ പുളിയുടെ വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിക്കാം. ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. നമ്മുടെ പുളിയൊക്കെ നല്ലോണം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ നേരം കൊണ്ട് നമ്മുടെ അരപ്പുണ്ടാക്കാം. നമ്മൾ ഒരു നല്ല പേസ്റ്റായിട്ട് നമ്മുടെ തേങ്ങ അരച്ചെടുത്തു. നല്ല പേസ്റ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ വെണ്ടയ്ക്കയിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് ഒരു 2 മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അരപ്പ്, നമ്മുടെ തേങ്ങ കൊണ്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. തിളയ്ക്കണ പുളിയിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റോളം തിളപ്പിക്കണം. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ നോക്കുക. ഇനിയും ഉപ്പ് വേണമെങ്കിൽ ചേർക്കുക. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യണം. എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കരിവേപ്പിലയും ചുവന്ന മുളകും കൂടെ പൊട്ടിച്ചിടുക. എന്നിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചോറിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ പുളി റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് നേരം അടച്ച് വെക്കാം. എന്നിട്ട് ചോറ് കൂട്ടി കഴിക്കാം.